അങ്ങനെ ചോദിച്ചാ ഈ രണ്ട് മക്കളുടെ അച്ഛൻ ഞാനല്ലേ സിനിമ ഇവിടെ ഒരു കുരുത്തം കെട്ടവൻ എങ്ങാണ്ട് ഏതാണ്ടൊക്കെ പഠിക്കാൻ പോയിട്ട് റിസൾട്ട് വരുന്ന ദിവസമല്ലേ? താനോ നോക്കിയായിരുന്നോ? ഞങ്ങളെ നോക്കാൻ ഇറങ്ങായിരുന്നു. ഇനി എന്നാ നോക്കാനാണോ? ആന്താ മാഷ ഇനി നോക്കിയാ പോരെ? താനങ്ങനെ ഉണ്ടാക്കണ്ട, ഞാനും ഉണ്ടാക്കി. റിസൾട്ട് എങ്ങനെ? മോൻ ജയിച്ചോ? ജയിച്ചു. അതിലേ എടുത്തു വാ. പുലിയല്ലടോ മോനെ, പുപ്പുരിയാ പുപ്പുരി. ജയിച്ചോന്നായിരിക്കും. വെറും ജയമല്ല, ഫുൾ എ പ്ലസ്, അതും ഫുൾ മാർക്കിൽ. 1200 1200. ഈ കടയൊന്നും തുറക്കാത്ത കാരണത്തിന് മധുരം വാങ്ങിക്കാൻ പോലും പറ്റിയില്ല. പിന്നെന്തിന് കാലവിളമ്പം? ഷുഗർ ആണെങ്കിലും ഏത് ഭാഷ? ഈ വിജയം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? പിന്നെ പൊളിച്ചടുക്കണം നമുക്ക്. അതിനല്ലേ ഇവൻ എന്റെ സർവകലാ വല്ലഭൻ. ഈ കുടുംബത്തിന്റെ ഭാവി ഭാസുരമാക്കാൻ തവണ മുടക്കാതെ ഞാൻ അടയ്ക്കുന്ന മെഗാ ഇൻഷുറൻസ് പോളിസി. തുടങ്ങടാ മോനെ. സ്നേഹകലശത്തിൽ പോരി നിറയ്ക്കുന്ന മോഹത്തിൻ തെളിനീരു തൂകി നമ്മൾ ഈ തിരുമുറ്റത്ത് നട്ടു നനയ്ക്കുന്ന കൃഷ്ണ തുളസിയാണീ കുടുംബം. സ്നേഹകലശത്തിൽ കോരി നിറയ്ക്കുന്ന മോഹത്തിൻ തെളിനീരു തൂകി നമ്മൾ സ്നേഹകലശത്തിൽ കോരി നിറയ്ക്കുന്ന മോഹത്തിൻ തെളിനീരു തൂകി നമ്മൾ തിരുമുറ്റത്ത് നട്ടു നനയ്ക്കുന്ന കൃഷ്ണ തുളസിയാണീ കുടുംബം. ഈ തിരുമുറ്റത്ത് നട്ടു നനയ്ക്കുന്ന കൃഷ്ണ തുളസിയാണീ കുടുംബം. സ്നേഹകലശത്തിൽ കോരി നിറയ്ക്കുന്ന മോഹത്തിൻ തെളിനീരു തൂകി നമ്മൾ പൂവാലിപ്പൈൻ്റെ പാലിനു വെള്ളനിറം, ഞാൻ നട്ടു നനച്ചൊരു വെള്ളപ്പൂവിനു സ്നേഹനിറം. മാമ്പൂവ് ചിരിക്കണ കണ്ട് മനസ്സു കുളിർക്കേണ്ട, മാനക്കരി കണ്ടിട്ടാൻ മയിലാട്ടവുമാടണ്ട. ഞാൻ എൻ്റെ സ്വപ്നത്തിൻ വിത്തൊന്നു മുളപ്പിച്ചേ, 100,000 ഇലകൾ വന്നതു വൻമരമാകുന്നേ. ആമരമീ മരം 1000 ഇല ചൂടി,
പൂക്കാവടി താളം തുള്ളിപ്പൂത്തിരയാടുന്നേ. താനാനേ 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 താനാനേ. ഓരില ഈരില വന്നു എന്നു നാം ഓരോ നിമിഷവും നോക്കിടുന്നു. വേനലും മാരിയും കാറ്റുമെടുക്കാതെ കാവലിരിക്കുന്നു രാപ്പകലിൽ. വേനലും മാരിയും കാറ്റുമെടുക്കാതെ കാവലിരിക്കുന്നു രാപ്പകലിൽ. പൂവിടും നേരത്ത് തൊട്ടുതലോടുന്ന കാറ്റുപോലെ കാട്ടുതുളസികൾ പൂവിടും നേരത്ത് തൊട്ടുതലോടുന്ന കാറ്റുപോലെ. അമ്മ മനസ്സിൻ സ്വപ്ന വൃന്ദാവനം. അമ്മ മനസ്സിൻ സ്വപ്ന വൃന്ദാവനം വന്നു തഴുകണം മക്കളെന്നും. നാടൻ അല്ല, ഇവിടെ ഉള്ളതൊരു നാടൻ പശുവാ. പശുവിനെ കാണാതെ തന്നെ ഏതിനാ പശുവാണെന്ന് ഞാൻ മണം പിടിച്ചു പറഞ്ഞില്ലേ? അല്ലാതെ ഞാനല്ലയോ പറഞ്ഞത് ഇവിടെ ഉള്ളതൊരു നാടനാണ്. നിങ്ങൾക്ക് ഞാൻ 3 ഓപ്ഷൻ തന്നില്ലേ? അതിൽ നിന്നും തെരഞ്ഞെടുത്ത ഉത്തരമല്ലേ നാടൻ? അതെ. കണ്ണിക്കുറുപ്പേ, കണ്ണിക്കുറുപ്പല്ല ഉണ്ണിക്കുറുപ്പായാലും കണ്ണിക്കുറുപ്പായാലും വിളിക്കുന്ന തന്നെയാണെന്ന് മനസ്സിലായ താനങ്ങ് വിളിക്കട്ട പോലെ. അല്ലെങ്കിൽ ഒരു കറവക്കാരന് തിരുവായിട്ടൊരു പേരെന്തിനാ? കറവക്കാരൻ, അത് മതി. ഈ മണ്ടം മൊത്തങ്ങ് എങ്ങനെയാണ് അപ്പൊ ഡോക്ടർ ആയത്? എന്താ പറഞ്ഞത്? അല്ല, വന്ന കാലിൽ തന്നെ നിൽക്കാതെ നമുക്ക് തൊഴുത്തിലോട്ടങ്ങ് ഇരുന്നാലോ? താങ്ക് യു മാറിക്കോളൂ. ചാണകമിട്ടിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. പോഷകാഹാര കുറവ് മണക്കുന്നു. ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? അതാണ് ഈ ഡോക്ടർ സുന്ദരേശ്. അടിമുടി മണത്ത് ലക്ഷണം പറയും. ചികിത്സയ്ക്ക് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. എന്റെ ചികിത്സാ രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. അല്ല ഡോക്ടറെ, തൊഴുത്തിൽ എന്താ ഭജനയുണ്ടോ? നല്ല വിവരമുള്ള കറവക്കാരൻ. ആനിമൽ സൈക്കോളജിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു, പക്ഷെ ഒന്നും മനസ്സിലായില്ല. ചുമ്മാ നല്ല ഭജനയാണെന്ന് ചോദിച്ചത്. ഒരു കറവക്കാരൻ എല്ലാം ഒന്ന് പറഞ്ഞിരിക്കണമെന്നില്ല. കേട്ടാ, ഈ പശുവിന്റെ മെനു എങ്ങനെയാണ്? അല്ല, സ്ത്രീകൾക്ക് സാറി പറഞ്ഞതുണ്ടെന്ന് അറിയാം, പക്ഷെ പശുവിനും ഇതൊക്കെ ഉണ്ടെന്ന്
എന്റെ 40-45 വർഷത്തെ കർമ്മ ജീവിതത്തിനിടയിൽ ഞാൻ ഇവരെ കേട്ടിട്ടില്ല. ഇവിടെ പശുവിന്റെ മെനു എന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന് സാറേ ഒന്ന് പതുക്കെ പറ. അകത്ത് 2 സ്ത്രീകളുണ്ട് കേട്ടോ. പശുവിന്റെ മെനു എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കറമ്പിയെ കുത്തിവെക്കാൻ വന്ന പുതിയ ഡോക്ടറാണ്. എന്തായാലും മാഷ് ഇപ്പൊ വന്നത് നന്നായി. അല്ല മാഷേ, ഈ പശുവിനൊക്കെ മെനു ഉണ്ടോ? പശുവിന് മെനു ഉണ്ടോ? മാഷിന് പോലും അറിയത്തില്ല പശുവിന് ഇതൊക്കെ ഉണ്ടെന്ന്. ഞാൻ പറയുന്ന മെനു എന്താ, നിങ്ങൾ കേൾക്കുന്ന മെനു എന്താ? ഞാൻ ചോദിച്ചത് പശുവിന് കൊടുക്കുന്ന ഭക്ഷണ കാര്യത്തെ കുറിച്ചാണ്. അത് തന്നെ ഞാനും ചോദിച്ചത്, പശുവിന് എന്തിനാ മെനു എന്ന്. അപ്പൊ അതായിരുന്നു. ഞാൻ വെറുതെ പശുവിന് കച്ചി, പുല്ല്, പിണ്ണാക്ക്, വെള്ളം ഓക്കെ അല്ല, ഓക്കെ തീറ്റയുടെ കാര്യം അത് പോരെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചികിത്സിക്കുന്ന പശുക്കൾക്ക് ഞാൻ തയ്യാറാക്കുന്ന മെനു അനുസരിച്ച് വേണം ഭക്ഷണം കൊടുക്കാൻ. ആട്ടെ, നിങ്ങൾ ഈ പശുവിന് പാല് കൊടുക്കാറുണ്ടോ? പശുവിന് പാല് കൊടുക്കാം. എന്താ പേര്? കുഞ്ഞുമർക്കി, സ്കൂൾ മാഷാണ്. നമസ്കാരം. ഈ കുഞ്ഞു വർക്കി പാല് കുടിച്ചാറുണ്ടോ? വർക്കി കുഞ്ഞായിരുന്നപ്പോ സ്ഥിരമായിട്ട് പാല് കുടിക്കാറുണ്ട്. നോട്ട് പോയിന്റ്. ഇപ്പൊ വല്ലപ്പോഴൊക്കെ കുടിക്കും. ഡബിൾ പോയിന്റ്. മിസ്റ്റർ കുറുപ്പ് കുടിക്കാറുണ്ടോ? അത് ചിലപ്പോഴൊക്കെ. പിന്നെന്താ, പശുവിന് പാല് കുടിച്ചാൽ അതിനെ കറന്നെടുത്ത് നമ്മൾ മടമടാന്ന് മാട്ടുമ്പോൾ ആ പാല് തരുന്ന പശുവിന് ഇത്തിരി പാല് കാച്ചി കൊടുത്താൽ പശുവിന് പാല്, പശുവിന് തന്നെ പാലിറങ്ങത്തില്ല. നല്ലൊരു പൂച്ചം. എനിക്ക് കേട്ടോ, കഴിഞ്ഞതിന് മുമ്പലത്തെ ആഴ്ച ഞാൻ അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഇരിക്കുമ്പോൾ ആരോ കാറ് ചവിട്ടി എന്റെ തോളിൽ തട്ടി. തിരിഞ്ഞു നോക്കുമ്പോ ആരാ? ദുൽഖർ സൽമാൻ. അദ്ദേഹം എന്നോട് ചോദിക്കുന്നു, മാമ ഇന്ന് ചികിത്സയൊന്നും ഇല്ലെന്ന്. ഇവിടൊക്കെ തന്നെ എത്ര പശുക്കളെ ഞാൻ നോക്കിയിരിക്കുന്നു. ഈ ഗോശാല വരെ ഞാൻ വന്നിട്ടുണ്ട്. ചില ചികിത്സ കഴിയുമ്പോ കണ്ണ് പശുവിന്റെ ഇതിനെ എവിടെ നിന്ന് കിട്ടി? ഇനി മുതൽ ഈ പശുവിന്റെ മെനു ഞാൻ നിശ്ചയിക്കും. ഇതെന്താ ഡോക്ടറെ, പട്ടി കയ്യാലെ മുള്ളാൻ നിൽക്കുന്ന പോലെ? പശുവിന്റെ ഭാഷയിൽ ഇത് അതിനോടുള്ള പ്രേമപ്രകടനമാണ്. ഇത് ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത ആനിമൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഇതിനെ ആനിമൽ എലിമിനേഷൻ അഥവാ സൈക്കാസ്ട്രോ കവാനിയോ എന്ന് പറയും. ആദ്യ നോട്ടത്തിൽ തന്നെ പശു നമ്മളെ ഇഷ്ടപ്പെടണം. മുടി കുറവ്, കവിളൊട്ടി, കണ്ണു കുഴിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ചില പശുക്കൾ ചികിത്സയിൽ വിമുഖത കാട്ടും. മുടി കുറവായതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നെന്ന് മാത്രം. ഇത് ലിപ്റ്റിക്ക് ചില സ്ത്രീകൾ ഒരു ദിവസം ഇത് കാക്കിലോ ചുണ്ടിലിട്ട് തിന്നും. മാസ്ക് വന്ന പിന്നെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊട്ടെ പറഞ്ഞു വന്നത്, ചികിത്സയ്ക്ക് മുമ്പ് അതിന്റെ ഹൃദയം നമ്മൾ കവരണം. അതിനുവേണ്ടി ശുദ്ധ സംഗീതം. എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ, എന്റെ ചെങ്കട്ടം പോയി, എന്റെ കുട്ടി, എന്റെ അമ്മ നീ വരുമോ എന്റെ നാടു കാണാൻ, എന്റെ വീടു കാണാൻ, എന്റെ റോഡ് കാണാൻ. ഇവയിലൂടെ മൃഗങ്ങളുടെ മനസ്സും നമ്മൾ വരുതിയിലാണ്. അല്ല, ഈ ചികിത്സയൊക്കെ നമ്മുടെ കർമ്മിക്കാനാണോ? എന്റെ കുഞ്ഞു വർക്കി, പക്ഷേ പശുവും മനുഷ്യനും തമ്മിൽ എന്താ വ്യത്യാസം? അമ്മപ്പാല് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടിക്കുന്നത് പശുവിൻ പാലല്ലേ? അത് ശരിയാണല്ലോ. ഇന്നലെ ഞാൻ പാല് കുടിച്ചാൽ. ഇനി മുതൽ ഈ പശു ഗർഭിണിയായി പ്രസവിക്കുന്നത് വരെ ഇതിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും എന്റെ മേൽനോട്ടത്തിലായിരിക്കും. ഉറപ്പേ, എന്തോ തൊഴുത്തിൽ ഡോക്ടർക്ക് താമസിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കി. ആയിക്കോട്ടെ. എന്തായാലും തൊഴുത്തിലോട്ട് വന്നാട്ടെ, ഒന്ന് പശുവിനെ ഒന്ന് പരിശോധിച്ചാട്ടെ. താങ്ക് യു. അത് കുട്ടി പശു അല്ല, സേതു മാഷിന്റെ മോളാ. ബിഗ് വെച്ചത് നന്നായി. എനിക്ക് വേണ്ടി കാലം കാത്തു വെച്ച് നിരികുമ്പോ ഡോക്ടറാണോ? അയ്യോ, അതിനോട് ആർക്കാ അസുഖം? എന്റെ മക്കളെ, ആ ഡോക്ടർ അല്ല ഈ ഡോക്ടർ. ഇത് പശുവിന്റെ ഡോക്ടറാ. എന്താ അസുഖം? എന്റെ ദൈവമേ, ഇനി ഇതിനോട് ഞാൻ എന്ത് സമാധാനം പറയും? മക്കൾ അകത്ത് എന്ന് അമ്മ ഇങ്ങോട്ട് പറഞ്ഞു ചെല്ലു മക്കളെ. കുട്ടി, ഞാൻ ഡോക്ടർ സുന്ദരേശ്. വെറും ഡോക്ടർ അല്ല കേട്ടോ, മൃഗ ഡോക്ടറാ ഈ സുന്ദരേശ്. സദാചാരവാദികളായി ഓട്ടുമാന്മാർ കുട്ടിയിൽ നിന്നും ആ രഹസ്യം മറച്ചു വെക്കുന്നു. എന്നിൽ നിന്ന് ഇവർ എന്ത് മറക്കാനാ? മക്കൾ അകത്ത് എന്ന് അമ്മ ഇങ്ങോട്ട് പറഞ്ഞു ഇവിടെ ചെല്ലു മക്കളെ. ഡോക്ടർ കാര്യം പറയട്ടെ. അതാണ് കുട്ടിയെ ആ നിൽക്കുന്ന ഡോക്ടറെ അമ്മയാക്കാമെന്ന കറമ്പിയാണ്. സോറി, തെറ്റിയതാ. ആ നിൽക്കുന്ന കറമ്പിയെ വീണ്ടും അമ്മയാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡോക്ടറാ, ഡോക്ടർ നമ്മുടെ കറമ്പിയെ ചികിത്സിപ്പിക്കാൻ ഉണ്ണിക്കുറിപ്പ് കൊണ്ടുവന്ന പുതിയ ഡോക്ടർ പറ്റിപ്പോയതാ. അല്ല, നല്ല ഫസ്റ്റ് ഡോക്ടർ. ഈ കുട്ടിയുടെ അമ്മയാണല്ലേ? അല്ല, എന്റെ മകളാണ് ഈ കുട്ടി. കാഴ്ചപ്പാടുകളുടെ ഒരു വ്യത്യാസം. വിശ്വകുറുപ്പന്റെ നെറ്റിയിലേക്ക് സൂക്ഷിച്ചു നോക്കൂ, മാഷന്റെ കവളുകളിലേക്ക് നോക്കുക. അമ്മയ്ക്ക് പോയോ? അമ്മേ, അമ്മ ഇഷ്ടമുള്ളിടത്ത് നോക്കിക്കോളൂ. ഒരാളെ നമ്മൾ നോക്കുമ്പോൾ പലരും പലതാണ് കാണുന്നത്. വിശ്വകുറുപ്പന്റെ തിളങ്ങുന്ന നെറ്റി കണ്ടപ്പോൾ മാഷ് കണ്ടത് എന്റെ തുടുത്ത കവളുകളാണ്. അമ്മച്ചി എന്താണ് കണ്ടത്? ഞാൻ നോക്കിയില്ല. അമ്മേ, ഈ ഡോക്ടർ എന്ത് കണ്ട കാര്യം പറയാം? ഞാനൊന്നും കണ്ടില്ല എന്റെ മോളെ. കുട്ടി എന്താണ് കണ്ടത്? അയ്യോ, ഞാനൊന്നും കണ്ടില്ല. കുട്ടി കണ്ടു, ഞാൻ കണ്ടല്ല. കുട്ടി കാണും. എടോ, അനാവശ്യം പറയുന്നത് കേട്ടോ. ആ കുട്ടി തന്റെ എന്തോ കണ്ടത്. ഇതൊക്കെ എന്താ കുറുപ്പേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സീതമ്മേ. കുട്ടി പോകാൻ പറ്റേ? കുട്ടി കണ്ട കാര്യം പറഞ്ഞില്ല. കുട്ടി കണ്ടത് തന്റെ കുറുപ്പേ. കോമഡികൾ കണ്ട കാര്യം പറഞ്ഞു. അയ്യോ, ഞാൻ കണ്ടു. പറയാൻ പറഞ്ഞു. മോളൊന്നും കണ്ടില്ല. അല്ലമ്മേ, ഞാൻ കണ്ടു. സത്യമായിട്ട് കണ്ടു. ഡോക്ടർ സാറിനെ ഇടയ്ക്ക് കയറി അറപ്പിക്കാതെ ആ കൊച്ചു പറയട്ടെ. ഞാനേ കണ്ടുള്ളൂ. പറഞ്ഞോളൂ.
ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നന്ദനം കളിക്കാതെ വേഗം പറയും. ഡോക്ടർ സാറിന്റെ തലയ്ക്കകത്ത് തലച്ചോറിന് പകരം കളിമണ്ണാണെന്ന് ഞാൻ കണ്ടു. ഞാൻ തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ ആനിമൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിന്റെ ആദ്യ ദിന ചികിത്സ സംഗീതമാണ്. കഴിമാറുന്ന കറവക്കാരാണ്. വയറ്റിലുള്ള മാലിന്യങ്ങൾ ചീറ്റി പുറത്തേക്ക് വരുന്ന സംഗീത ചികിത്സ, മ്യൂസിക്കൽ തെറാപ്പി. അല്ല, ചികിത്സ പശുവിനാണ്. പാട്ടും പശുവിനാണ്. പുല്ലിലുറങ്ങും മനമോഹിനി, പുല്ലിലുറങ്ങും മനമോഹിനി, നിന്നെ പുഷ്പിണിയാക്കുവാൻ വന്നു ഞാൻ. സസാസരിരി പരാതി അരുത്, സസാസരിരി ഗമ അയവെട്ടുമ്പോ സംഗീത ചികിത്സ ഏറ്റവും 1, 2 ഒത്തു വന്നു. പക്ഷെ കറമ്പിക്ക് താളം ഒന്ന് പിഴച്ചത് കാരണം ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. അതാ. അല്ല, ഇതിനെന്താ ഭക്ഷണം കൊടുക്കുന്നത്? അതെന്താ ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാം? നല്ല ടാറിന്റെ മണം. എന്റെ തല ഈ കളിമണ്ണാണെന്ന് പറഞ്ഞ അവളെ എനിക്ക് വേണം. അയ്യോ, എന്തിനാണാവോ? നാൽക്കാലികൾക്ക് നന്മകൾ ചുരുത്തുന്ന സുന്ദരേഷനോടൊപ്പം ജീവിക്കാൻ. നന്മകൾ ചുരുത്തുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇവിടുത്തെ മാഷ് എന്ത് പറയുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്ക് അവളെ വേണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഏത് ഹീന മാർഗവും ആയിക്കോട്ടെ. കൺട്രോൾ അതെങ്ങനെ? വെട്ടിയെടുത്തോണ്ട് പോവാ. എത്ര ദിവസമായി നീ എന്നെ മിണ്ടിയിട്ട്? ഞാൻ പറയുന്നുണ്ട്, നീ കേൾക്കുന്നുണ്ടോ? എടാ, നീ കേട്ടോന്ന്? കേൾക്കുന്നുണ്ട്. ഈ ഫോൺ കിട്ടിയതിന് ശേഷം നിനക്ക് ഭയങ്കര ഗമയാ. പിന്നെ ഗമ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. സ്വന്തമാക്കി അഭിമാനം. അയ്യടാ, ഞാൻ എന്തിനാ അസൂയപ്പെടുന്നത്? ഇതുപോലൊരു ഫോൺ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ ചേച്ചി? എനിക്ക് ഫോൺ വേണമല്ലെങ്കിൽ ഞാൻ അച്ഛനെ കൊണ്ട് എപ്പോഴേ വാങ്ങിപ്പിച്ചേ. ആര് വാങ്ങിച്ചു? അച്ഛൻ. ഫോണോ? നടന്നതന്നെ. ഈ ഒരു ഫോൺ വാങ്ങിച്ചെടുക്കാൻ തന്നെ ഞാൻ എന്തുമാത്രം നാടകം കളിച്ചെന്ന് ചേച്ചിക്കറിയോ? ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് ഫോൺ വാങ്ങിച്ചു തരും. പറ്റുണ്ടോ? പറ്റുണ്ടോ? എത്ര? 50 രൂപ പറ്റും. 50 രൂപ വെച്ച് വെക്കുന്നെങ്കിൽ 5000 രൂപ. 5000 രൂപയോ? ഒരാഴ്ചക്ക് ചേച്ചി ഫോൺ എടുക്കുവാണെങ്കിൽ ഞാൻ 5000 രൂപ വരും. ഇല്ലെങ്കിൽ ചേച്ചി എനിക്ക് 5000 രൂപ സമ്മതിച്ച? ശരി, സമ്മതിച്ചു. ബെറ്റെങ്കിൽ ബെറ്റ്. 5000 5000 ഉറപ്പിച്ചിരിക്കുന്നു. എന്താ മക്കളെ? അച്ഛാ, എനിക്ക് ഇതുപോലെ മൊബൈൽ വേണം. ഞാൻ അവിടെ വാത് വെച്ചിരിക്കും അച്ഛാ. പറയട്ടെ അച്ഛൻ എനിക്ക് മൊബൈൽ വാങ്ങിക്കില്ല. അച്ഛൻ എനിക്ക് മൊബൈൽ വാങ്ങിച്ചു തരില്ലയോ? ഒന്ന് വാതൊന്ന് വാങ്ങിച്ചു തരാം. പിന്നെ ഹലോ വാദ്യരെ, കൊടുകൈ മതി, ഇത്രയും മതി. ഇനി പിടിച്ച് സെന്റ് അടിച്ചിരിക്കണ്ട കേട്ടോ. എനിക്ക് എന്തിനാച്ചാ മൊബൈല്? ഞാൻ വെറുതെ അവനെ കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അതെന്താ മാഷേ, വെറുതെ ആട്ടം കണ്ടാ പോരല്ലോ. അവനെ കലിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും മോള് മൊബൈൽ ആവശ്യപ്പെട്ടപ്പോ ഞാനെങ്കിലും അല്ലാണ്ടായി. മോന് മൊബൈൽ വാങ്ങിയ വകയിൽ വർക്ക് മാഷിന് ഇനിയും കൊടുക്കാനുണ്ട് 5000. മാഷ് പറഞ്ഞപ്പോൾ അതിനെ കുറിച്ച് ഓർക്കുന്നേ. മോൻ കോളേജിൽ പോയി തുടങ്ങിയപ്പോ പുതിയ ഡിമാൻഡ്. എന്താണോ പുതിയ ഡിമാൻഡ്? ബൈക്ക്. അതൊന്നും നടക്കില്ല. അത് അത്രയ്ക്ക് കൂടി സീരിയസ് ആയിട്ടില്ല. എന്നാലും ലക്ഷണം കണ്ടില്ല. വേണ്ട, നീ അത് കേട്ട ഭാവം നടിക്കണ്ട. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അത്രേ ഉള്ളൂ കാര്യം. അല്ല, വൈകുന്നേരത്തെ കടയ്ക്ക് ഉണ്ണിക്കുറിപ്പിനെ കണ്ടില്ലല്ലോ. എവിടെയെങ്കിലും പോയിട്ട് വരാൻ താമസിച്ചിട്ടുണ്ടോ? എന്നാലും ഇത്ര വൈകാറില്ല. ഈ ഒരു കാര്യം ചെയ്യാ, പാത്രം കൊടുക്കും, ഞാൻ ഒന്ന് കറന്നു നോക്കാം. അയ്യോ വേണ്ട, കറമ്പി എടുക്കാനുള്ളോളാ.
ഞാൻ തറവാട്ടിലായിരുന്നപ്പോ കുറെ കറന്നിട്ടതാ. നീ പാത്രം കിടക്ക്. ഞാൻ ഈ പശുവിനെ കറക്കാൻ. അച്ഛനെന്ത് പറ്റിയിടോ? അച്ഛന് പെട്ടെന്നൊരു പനി, എന്നിട്ടും വരാൻ ഒരുങ്ങിയതാ, പക്ഷെ ഞാൻ വിട്ടില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അവനെല്ലാം അറിയാടോ. മനസ്സിലായില്ല? നല്ലോണം ആലോചിച്ച് നോക്ക്. ഇതെന്താ ആകാംക്ഷയുടെ തൊഴുത്തിലേക്ക് പുതിയ കറവക്കാരനെത്തി? പുതിയ കറവക്കാരൻ ആണോ? അതാരാ? ഞാനൊന്ന് നോക്കട്ടെ. ആ, ഇത് കുറുപ്പങ്കൽമാമൻ കണ്ണപ്പ ചേട്ടനല്ലേ? ആള് എഞ്ചിനീയർ കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. ആള് ആകെ മാറിപ്പോയി. ഞാൻ കണ്ടിട്ട് കുറെ കാലമായി. അതാ. ഇതെന്താ രണ്ടുപേരും അന്തപ്പെട്ട് നിൽക്കുന്നത്? അല്ല, കണ്ണപ്പന് മുമ്പിൽ കറമ്പി അനുസരണയോടെ നിൽക്കുന്ന കണ്ടപ്പോ. അത് പിന്നെ ഓരോ മനുഷ്യനും അവന്റെ ചുറ്റിലും ഒരു പ്രത്യേക എനർജി വലയം ചെയ്യുന്നു. നമ്മൾ ഏത് ജീവിയെ സമീപിക്കുമ്പോഴും നമ്മുടെ മനോഭാവത്തിനനുസരിച്ച് അതിന് മാറ്റമില്ല. എന്നിൽ നിന്ന് നല്ല എനർജി പുറപ്പെട്ടുകൊണ്ടാവാം കറമ്പി ശാന്തമായി നിന്നത്. ആ മോൻ എഞ്ചിനീയർ ആണെന്ന കാര്യം ഞങ്ങൾ ഓർത്തില്ല. അയ്യോ, ഞാൻ എഞ്ചിനീയർ ആയതേ പാവന്റെ അച്ഛനും അമ്മയും ഏറെ കഷ്ടപ്പെട്ടിട്ടാ. പിന്നെ ഈ ഭാഗത്തോട്ടൊന്നും കറവയ്ക്ക് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഞാനും അനിയനുമൊക്കെ വളരെ മുമ്പ് തന്നെ അച്ഛനും അമ്മയെ സഹായിക്കാറുണ്ട്. കേട്ടോടി, മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനുള്ള ഈ നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അയ്യോ, ഞങ്ങൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമായി കരുതണ്ടമ്മേ. അതൊക്കെ ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. ഞങ്ങളുടെയും കൂടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി, ആയിക്കോട്ടെ.